ഓക്കെ ഓക്കെ അല്ലേ? NABH എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ലെവലില് എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് NABH, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. ഓക്കെ അല്ലേ? ഇനി എടുക്കട്ടെ മിസ്. ഫസ്റ്റ് ഈ സ്റ്റാർട്ട് ഫസ്റ്റ് പോയെങ്കില് ഡിഗ്രി ടു വിച്ച് എന്ന് അതിക്ക് മുമ്പ് ക്വാളിറ്റി ഈസ് ഡിഫൈൻ ഒന്ന് എഴുതി ചേർത്തേ. എഴുതി അവിടെ ക്വാളിറ്റി ഈസ് ഡിഫൈൻ. Quality is defined. Degree to which a series of inherent characteristics fulfill needs എന്ന് വെച്ചിട്ട് requirements നൽകാം. Needs വെച്ചിട്ട് requirements. ക്ലിയർ ചെയ്തോ? എല്ലാവരും ഓക്കെ ആക്കിയോ? ആ ഒരു സെന്റൻസ് ഡിഗ്രിക്ക് മുമ്പ് ക്വാളിറ്റി ഈസ് ഡിഫൈൻ നമ്മുടെ ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ നമ്മുടെ ക്വാളിറ്റിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അത് എന്താണ്? ക്വാളിറ്റി ഈസ് ഡിഫൈൻ ഡിഗ്രി ടു വിച്ച് എ സീരിയസ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ റിക്വയർമെന്റ്സ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? റിക്വയർമെന്റ്സ് ആയിട്ട് വരുന്നുണ്ടോ നിറവേറ്റാനായിട്ട്? അപ്പൊ നമ്മ ഒരു ഡ്രസ്സ് വാങ്ങാണ്. ഡ്രസ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അതൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ അത്? നമുക്ക് അത്യാവശ്യം ഫുഡ് അല്ലെ? ഫുഡ് ആണെങ്കിലോ അല്ലെ? അപ്പൊ എന്താണ് ഈ നമ്മൊരു വസ്ത്രം മേടിക്കാണ്, ഒരു ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ നമ്മ അതിന് എന്തായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ, സവിശേഷതകൾ ഉണ്ടാവും അല്ലെ? ആണോ? അതിന്റെ കളർ ഉണ്ടാവും, മോഡൽ ഉണ്ടാവും, സ്റ്റിച്ചിങ് ഉണ്ടാവും അല്ലെ? അതിന്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും, മെറ്റീരിയൽസ് അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മ മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മ വാങ്ങിച്ച ഒരു ഡ്രസ്സ് കുറച്ച് നമുക്ക് ഒരു തവണ ഇട്ടപ്പോഴേക്കും അല്ലെങ്കിൽ 2 തവണ ഇട്ടപ്പോഴേക്കും അത് പിന്നിപ്പോയി, അതല്ലെങ്കിൽ അത് കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മ എന്ത് പറയും? അതിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയും അല്ലെ? ഗുണനിലവാരമില്ല എന്ന് പറയാ നമ്മത്, ആണോ? അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യകതകൾ അല്ലെ? റിക്വയർമെന്റ്സ്, നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു ഒബ്ജക്റ്റിന് അല്ലെ, ഒരു സാധനത്തിന് ഉണ്ടായിരിക്കേണ്ട, അതായത് അതിൽ അടങ്ങിയിരിക്കേണ്ട അന്തർലീനമായിട്ടുള്ള സവിശേഷതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? ഒരു മിനിറ്റ്. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു ഒബ്ജക്റ്റിന് അല്ലെ, ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന് അടങ്ങിയിരിക്കേണ്ട അന്തർലീനമായ സവിശേഷതകളെയാണ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ? അന്തർലീനമായിട്ടുള്ള സവിശേഷതകളുടെ ഒരു കൂട്ടം അല്ലെ, ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മ ഒരു ഫുഡ് വാങ്ങിക്കാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് വാങ്ങി, ഒരു ബിരിയാണി വാങ്ങി, നമ്മ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും അത് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്? അതിന്റെ ടേസ്റ്റ് അല്ലെ? സ്മെല്ല് അല്ലെ? സ്മെല്ല് അല്ലെ? അതിന്റെ ക്വാണ്ടിറ്റി നോക്കാറുണ്ടോ? ക്വാണ്ടിറ്റി അല്ലെ? പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി ആണെങ്കിൽ അതിൽ എത്ര പീസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മ നോക്കാറില്ലേ? ഒരു പീസ് മാത്രം ഉള്ളെങ്കിൽ നമ്മ പറയോ അത് നല്ലതാണ്? അല്ലെങ്കിൽ നമ്മ പറയില്ലേ അതിൽ അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവാറില്ല അല്ലെ? ക്വാണ്ടിറ്റി ഉണ്ടാവാറില്ല, ഒരിത്തിരി ഉണ്ടാവാറുള്ളൂ, പൈസക്കുള്ളതില്ല എന്ന് പറയാറുണ്ടോ? നമ്മ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യമില്ല എന്ന് പറയില്ലേ? അപ്പൊ എന്താണെന്ന് മനസ്സിലായോ? ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായോ? ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മ എന്താണ്? നമ്മുടെ ആവശ്യകതകൾ, ഫുഡ്, വസ്ത്രം അല്ലെ, നമ്മുടെ സർവീസ്, നമുക്ക് വേണ്ട ഹെൽത്ത് അല്ലെ, ആരോഗ്യം, അതൊക്കെ എന്താണ്? നമ്മുടെ ആവശ്യകതകളാണ് അല്ലെ? നമ്മുടെ ആവശ്യകതകളല്ലേ അതൊക്കെ? ഒരു അസുഖം വന്നാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം അല്ലെ? അത് നമ്മുടെ ആവശ്യമാണ്, റിക്വയർമെന്റ്സ് ആണ് അല്ലെ?
അപ്പൊ നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീന സവിശേഷതകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാര് പറഞ്ഞതാണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO, ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ഫീച്ചേഴ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പലതരത്തിലുള്ള സവിശേഷതകൾ അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഡ്രസ്സ് മേടിച്ചപ്പോ നമ്മ പറഞ്ഞു അതിന്റെ മെറ്റീരിയൽ അല്ലെ, കളറ് ആണോ? മെറ്റീരിയൽ, കളറ്, സ്റ്റിച്ചിങ്, അതൊക്കെ എന്താണ്? അതിന്റെ സവിശേഷതകളല്ലേ, ഫീച്ചേഴ്സ് അല്ലേ? ഫീച്ചേഴ്സ് ആണോ? അപ്പൊ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? എന്താ ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ഫീച്ചേഴ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് സൂചിപ്പിക്കുന്നത്, നിർദ്ദേശിക്കുന്നത് എന്താണ്? പലതരത്തിലുള്ള ഡിസ്റ്റിങ്വിഷ് ഫീച്ചേഴ്സ്, പലതരത്തിലുള്ള സവിശേഷതകളെയാണ്. ഓക്കെ ആണത്? നിങ്ങൾക്ക് ഡൗട്ട് വരാം, അതുകൊണ്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ്, റിക്വയർമെന്റ്സ് എന്താണ്? റിക്വയർമെന്റ്സ് ആർ a need or assumption that is stated normally, implied or mandatory അല്ലെ? എന്താണ്? ഒന്നുകിൽ നമ്മുടെ അനുമാനം, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് കമ്പൽസറി, മാൻഡേറ്ററി അല്ലെ, നിർബന്ധമായിട്ടും ആവശ്യമായി വരുന്ന നീഡ്സിനെയാണ് അല്ലെ, ആവശ്യകതകളല്ലേ. ഇപ്പൊ നമ്മ പറഞ്ഞു ഡ്രസ് എന്താണ്? നമ്മുടെ ആവശ്യകതയാണ് അല്ലെ. ഭക്ഷണം അത് നമ്മുടെ ആവശ്യകതയാണ് അല്ലെ. അതേപോലെ ട്രീറ്റ്മെന്റ് അതെന്താണ്? നമ്മുടെ ആവശ്യകതയല്ലേ. അപ്പൊ റിക്വയർമെന്റ്സ് എന്താണ്? ആവശ്യകതകൾ. സാധാരണയായി എന്താണ്? നീഡ്സ്, നമ്മുടെ ആവശ്യകതകളെയോ അല്ലെങ്കിൽ എന്താണ് അനുമാനത്തെയോ എന്താണ് നിർബന്ധിതമോ ആയിട്ടുള്ള ആവശ്യകതകളെയോ അല്ലെങ്കിൽ അനുമാനത്തെയോ ആണ് എന്ത് പറയുന്നത്? റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് ശ്വസിക്കാനായിട്ട് വായു ആവശ്യമുണ്ട്. അത് നമ്മ എങ്ങനെയാ അനുഭവിക്കുക? ഫീൽ ചെയ്യുന്നുള്ളൂ അല്ലെ? അത് നമ്മുടെ ഒരു അനുമാനം അല്ലേ? നമ്മ അത് കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ്? അത് നമ്മുടെ ആവശ്യമാണ് അല്ലെ. നമുക്ക് ശ്വസിക്കാൻ വായു വേണം എന്നുള്ളത് എന്താ? നമുക്ക് ആവശ്യമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനം അല്ലേ ഓക്സിജൻ, വായു അല്ലേ? ആണോ? ആണ്. അപ്പൊ ക്ലിയർ ആയത്? റിക്വയർമെന്റ്സ് എന്താണെന്ന് നോക്കിയായോ? നെക്സ്റ്റ്, degree of adherence to pre-established criteria or standards. എന്താണ് ഡിഗ്രി എന്ന് പറഞ്ഞാല്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ്സുകൾ അല്ലെ, നിലവാരങ്ങൾ പാലിക്കുന്ന, അഡറൻസ് പാലിക്കുന്നതിന്റെ ഒരു അളവ് അല്ലെ. നമ്മിപ്പോ ഡിഗ്രി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു അളവാണ് അല്ലെ. ഡിഗ്രി അല്ലെങ്കിൽ എന്താണ്? ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് ഒരു അളവല്ലേ. ആ ഒരു അളവില് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മ പറയോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ? ആ ഒരു ഡിഗ്രിയില് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മ പറയോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിലവാരങ്ങളുടെ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയോ? ആ ഒരു ഡെഫിനീഷനിൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? റിക്വയർമെന്റ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്ന് നോക്കിയായോ? ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ. ഫസ്റ്റ് ഒന്നുകൂടെ പറയാം. എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ എന്താണ് ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്സിന് ഉണ്ടായിരിക്കേണ്ട അന്തർലീനമായിട്ടുള്ള അതിൽ അടങ്ങിയിരിക്കേണ്ട സവിശേഷതകളാണ് ക്വാളിറ്റി. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പലതരത്തിലുള്ള സവിശേഷതകൾ അല്ലെ. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നിർബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അനുമാനം അല്ലെ, സാധാരണയായി സൂചിപ്പിക്കുന്നതോ ആയ
ആവശ്യകതകളെയോ അല്ലെങ്കിൽ അനുമാനത്തെയോ ആണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട എന്താണ് മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരങ്ങളുടെയോ ഒരു അളവിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യണം അല്ലെ? ഒരു ഹോസ്പിറ്റലില് ക്വാളിറ്റി ഉറപ്പുവരുത്തണ്ടേ? വേണോ? വേണല്ലേ? അവിടെ വരുന്ന എന്താണ് പേഷ്യൻസിന് അല്ലെ ഗുണനിലവാരമുള്ള പരിചരണമാണ് കൊടുക്കുന്നതെന്ന് അവർ ഉറപ്പുവരുത്തണം അല്ലെ? അപ്പൊ എന്താണ് ക്വാളിറ്റി അഷ്വറൻസ്? QA is a part of quality management. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. Centered on providing confidence that quality requirements will be satisfied. ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരം ഉറപ്പാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കിട്ടുന്നത്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഒരു കോൺഫിഡൻസ് കിട്ടും. അവര് കൊടുക്കുന്ന എല്ലാ സർവീസുകളും അല്ലെ ഗുണനിലവാരമുള്ളതാണ് എന്നൊരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ടോ? കൂടാതെ എന്താണ് അവിടെ പോകുന്ന നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെ? അവിടുത്തെ ചികിത്സകളില് ഒരു എറേഴ്സും സംഭവിക്കില്ല അല്ലെ? ഒരു പിഴവുകളും സംഭവിക്കില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള സർവീസുകളാണ് അവിടെ നിന്നും ലഭിക്കുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടി കിട്ടുന്നില്ലേ? ഇപ്പൊ നോക്കിയേ, ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. എന്താണ്? നല്ല നിലവാരമുള്ള ക്വാളിറ്റി ഉള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്ന ഒരു ആത്മവിശ്വാസം പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും നൽകുന്നു. ക്ലിയർ ആയത്? നല്ല നിലവാരമുള്ള അല്ലെ ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്ന ഒരു ആത്മവിശ്വാസം അവിടുത്തെ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും നൽകുന്നു. ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യോ? ഇല്ല അല്ലെ? അതെന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ? അപ്പൊ നോക്കിയേ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI. ഇതിന്റെയൊക്കെ ഇത് ചോദിക്കാട്ടോ. QA സ്റ്റാൻഡ്സ് ഫോർ അല്ലെങ്കിൽ TQM സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതിന്ന് ക്വസ്റ്റ്യൻ വരാട്ടോ. Dash is a part of quality management centered on providing confidence that quality requirements will satisfy. അപ്പൊ എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് അല്ലെ? അപ്പൊ അത് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ഈ ഭാഗം എന്തായാലും നോക്കി വെക്കാട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI is a ongoing response. ഇതെന്താണ്? തുടർച്ചയായിട്ട് അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണമാണ്. To quality evaluation data about a service in ways that enhance the process by which services are given to കൺസ്യൂമർ ഓർ പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിന് അല്ലെ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ കൺസ്യൂമർ ആരാണ്? പേഷ്യൻസ് അല്ലേ? പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ പേഷ്യൻസിന് നൽകുന്ന, അവര് കൊടുക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന സേവനങ്ങൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം മെച്ചപ്പെടുത്തുന്ന തരത്തില് എന്താണ് നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിന് ശേഷം എന്താണ് അത് മെച്ചപ്പെടുത്തുന്ന തരത്തിൽ നടത്തുന്ന നിരന്തരമായ പ്രവർത്തനത്തെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട് അല്ലെ? ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതെന്താണ്? അത് നിങ്ങളുടെ ക്വാളിറ്റി അല്ലെ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു
ഒരു ജോലിയല്ലേ അത്, ഒരു ടാസ്ക് അല്ലേ അത് അല്ലെ? അപ്പൊ നിങ്ങൾ ആ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നതിലൂടെ നിങ്ങളെ തന്നെ വിലയിരുത്താണ് അല്ലെ? അല്ലെ? എന്നിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ, ഏത് ഭാഗമാണ് എനിക്ക് കിട്ടാത്തത് അല്ലെ, ഏത് പോർഷൻ ആണ് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഭാഗം കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് പഠിക്കും അല്ലെ? അതാണോ ഇംപ്രൂവ്മെന്റ്? അപ്പൊ ഹോസ്പിറ്റൽ ഇംപ്രൂവ്മെന്റ് എന്താണ്? അവര് വിലയിരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഏത് ഭാഗത്താണ് അല്ലെ, ഏത് ഏരിയയിലാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലെ, ആ ഭാഗത്ത് എന്ത് ചെയ്യും, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരോ, മാറ്റങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരും അല്ലെ? അപ്പൊ അതിനെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതിൽ തന്നെ ഉണ്ട് അല്ലെ, ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് അല്ലെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQM is a system of management centered on the principle that every member or staff should be committed to keeping high standards of work in every aspect of the hospital operations. എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലെ, ഓൾ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഓപ്പറേഷൻസ് അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്താണ്, ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ സ്റ്റാഫുകളും അല്ലെ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളിൽ മാത്രം നമുക്ക് ഗുണനിലവാരം ലഭിച്ചാൽ മതിയോ, ക്വാളിറ്റി ഉണ്ടായാൽ മതിയോ? പോരാ അല്ലെ, എല്ലാ സ്റ്റാഫുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രവർത്തനങ്ങളിലും ക്വാളിറ്റി ഉണ്ടാവണം അല്ലെ. എല്ലാ സ്റ്റാഫുകള്, അവിടുത്തെ നഴ്സ് ആയിക്കോട്ടെ, ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അല്ലെ, ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാരും അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും പ്രതിജ്ഞാബദ്ധരാണ് അല്ലെ, കമ്മിറ്റഡ് ആണ് എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഓപ്പറേഷൻസിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവർ ഉയർന്ന നിലവാരമുള്ള അല്ലെ ജോലികൾ നിലനിർത്തുന്നു എന്ന തത്വം നമ്മ പറഞ്ഞു. ഇതൊരു പ്രിൻസിപ്പിൾ ആണ് അല്ലെ, പറഞ്ഞു സെന്റേർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ അല്ലെ എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെ ഒരു എന്താണ് മാനേജ്മെന്റ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ ആണോ? ബാക്കി എല്ലാവരും എങ്ങനെയാണ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ഇത് പറയുന്നത് മാനേജ്മെന്റ് ആണ് അല്ലെ. ഇതെന്താണ്? കെയർ ആണ്, പരിചരണം. ടോട്ടൽ ക്വാളിറ്റി കെയർ ആണ്. കെയർ എന്താണ്? പരിചരണം. അപ്പൊ അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നോക്കിയേ, ടോട്ടൽ ക്വാളിറ്റി കെയർ ഈസ് ദ പ്രൊവിഷൻ. നമ്മ ഇവിടെ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെ എന്താണ്? ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിർവഹിക്കുന്നു എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മാനേജ്മെന്റ്. നെക്സ്റ്റ് ക്വാളിറ്റി കെയർ ആവുമെങ്കിൽ വരുന്നുണ്ട് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ ത്രൂ കോൺസ്റ്റന്റ്ലി എൻഹാൻസിംഗ് സർവീസ് ടു മീറ്റ് ഓർ എക്സീഡ് ദ നീഡ്സ് ആൻഡ് ഹോപ്സ് ഓഫ് ദി കസ്റ്റമർ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കസ്റ്റമർ ആണ് അല്ലെ, പേഷ്യൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകാരുടെ കസ്റ്റമർ ആണ്. ആ കസ്റ്റമർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ നമുക്ക് ഉണ്ടാവും കുറച്ച് ഹോപ്സും അല്ലെ, പ്രതീക്ഷകളോ, നീഡ്സ് ഉണ്ടാവോ, ആവശ്യകതകളും പ്രതീക്ഷകളും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ പേഷ്യന്റിന്റെ ആവശ്യകതകളും പ്രതീക്ഷകളും നിറവേറ്റുന്ന നമുക്ക് ആ ഒരു നമ്മുടെ ആ പ്രതീക്ഷ അല്ലെ, നമ്മുടെ ആ ഒരു ഹോപ്സ്, നമ്മുടെ ആ ഹോപ്സ് നിറവേറ്റിയില്ലെങ്കിൽ നമ്മ പറയോ, നമ്മ പ്രതീക്ഷിക്കുന്ന തരത്തില് അവിടെ നിന്ന് പരിചരണം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ നമ്മ പറയോ അവിടെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ? നമ്മ പറയോ? ഇല്ല അല്ലെ.
അതെന്ത് ചെയ്യണം? ആ പ്രതീക്ഷകൾ ഒന്നില്ലെങ്കിൽ ആ പ്രതീക്ഷക്ക് ഒപ്പം നമുക്ക് കിട്ടണം, അതല്ലെങ്കിൽ പ്രതീക്ഷക്ക് അപ്പുറത്തേക്ക് കിട്ടണം, അല്ലെ? എക്സീഡ് ചെയ്ത് കിട്ടണം, അല്ലെ? അല്ലെ? അപ്പൊ എന്താണ് അവിടെ വരുന്ന, അല്ലെ, ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിനോ അല്ലെങ്കിൽ അത് കവിയുന്നതിനോ അപ്പുറം നിരന്തരം മെച്ചപ്പെടുത്തുന്നതിലൂടെ ആ പേഷ്യൻസിന് സാധ്യമായിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ, അല്ലെ, ആ പേഷ്യൻസിന്റെ അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ ആവശ്യകതകളും നിറവേറ്റുകയോ അല്ലെങ്കിൽ അതിനപ്പുറം അവർക്ക് നിരന്തരം മെച്ചപ്പെടുത്തുന്നതിലൂടെ എന്താണ് ഉയർന്ന നിലവാരമുള്ള, അവർക്ക് ഏറ്റവും സാധ്യമായിട്ടുള്ള പരിചരണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ആവുന്നുണ്ടോ? QA, QI, TQM അല്ലേ? ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി നിയന്ത്രിക്കണം, അല്ലേ? എന്തേ? ക്വാളിറ്റി കൺട്രോൾ QC is a set of procedure. അതൊരു പ്രൊസീജിയർ ആണ്, അല്ലെ? അതല്ലെങ്കിൽ എന്ത് പറയാം? or set of procedure, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിന്റെ ഒരു സെറ്റ്, നടപടിക്രമങ്ങളുടെ ഒരു സെറ്റ്, ഒരു ഗ്രൂപ്പ് ആണ്, അല്ലെ? that intends to make sure that medical service others to a defined set of quality criteria or meets the requirements of the clients or customer. എന്താണ്? മെഡിക്കൽ സർവീസുകൾ, അല്ലെ, നിർവചിക്കപ്പെട്ട, അവര് പറയുന്ന, ഡിഫൈൻ ചെയ്യുന്ന ആ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെ? ആ സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നുകൂടെ പറയാം, സെറ്റ് ഓഫ്, എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്? ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ ആണ്, ഒരു നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ്, അല്ലെ? അതെന്താണ് ഉറപ്പുവരുത്തുന്നത്? മേക്ക് ഷുവർ ദാറ്റ് മെഡിക്കൽ സർവീസ് അതേഴ്സ് ടു ഡിഫൈൻ സെറ്റ് ഓഫ് ക്വാളിറ്റി ക്രൈറ്റീരിയ, അല്ലെ? ഹോസ്പിറ്റലിന് കൊടുക്കുന്ന മെഡിക്കൽ സർവീസുകൾ, അല്ലെ, എന്താണ് അവര് പറയുന്ന, ഡിഫൈൻ ചെയ്യുന്ന ആ ക്വാളിറ്റി ക്രൈറ്റീരിയ, അല്ലെ, മാനദണ്ഡങ്ങള് പാലിക്കുന്നുണ്ടോ, അല്ലെ? അതല്ലെങ്കിൽ എന്താണ്? പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ, അല്ലെ, മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. ക്ലിയർ ആയോ? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, അല്ലെ? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട്, അല്ലെ, ഫാർമസിയുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചില്ലേ? ലേബർ റൂം പഠിച്ചു, അല്ലെ? ഫാർമസി പഠിച്ചു, ഡയറ്ററി പഠിച്ചു, ഡയാലിസിസ് പഠിച്ചു, അല്ലെ? അപ്പൊ ഇതിലൊക്കെ എന്ത് പറയുന്നുണ്ട്? ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ പറയുന്നുണ്ടോ? ഇവിടുത്തെ പ്രവർത്തനം ഇന്നതായിരിക്കണം, അല്ലെ? പ്രൊട്ടക്റ്റീവ് സോൺ വേണം, അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഇന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യണം, അല്ലെ? അതൊക്കെ എന്താണ്? അവിടുത്തെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണോ, അല്ലെ? സ്റ്റെറിലൈസ് ചെയ്യുക, സാനിറ്റേഷൻ ചെയ്യുക, അല്ലെ? അപ്പൊ ഈ ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ, അല്ലെ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? അത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമല്ലേ? ഒരു ഹോസ്പിറ്റലില് ക്വാളിറ്റി നിയന്ത്രിക്കുന്നുണ്ടോ, അല്ലെ? ക്വാളിറ്റി നല്ല രീതിയിൽ നൽകുന്നുണ്ടോ എന്ന് നോക്കുന്നതിന്റെ ഒരു പ്രൊസീജിയർ അല്ലേ ഇത്? ആണോ? മനസ്സിലായില്ലേ? അതേപോലെ എന്താണ്? പേഷ്യൻസിന്റെ, അല്ലെ, ക്ലയന്റ്സിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ, അല്ലെ? നമ്മ ആദ്യം പറഞ്ഞു, അവര് ആവശ്യകതകൾ, അല്ലെങ്കിൽ അവരെന്താണ്? ഹോപ്സുകൾ, അല്ലെ? എന്താണ്? പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് കൊടുക്കുക, അല്ലെ? അപ്പൊ അവരുടെ ആവശ്യകതകള് നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോളിൽ ചെയ്യുന്നത്, ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ?
എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, ISO 9000 defines quality control. ISO 9000 ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ് നോക്കി? എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ്. ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് അല്ലെ. ക്വാളിറ്റി റിക്വയർമെന്റ്സുകള്, ഗുണനിലവാരമുള്ള ആവശ്യകതകള് എന്താണ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ അല്ലെ എന്ന് നിറവേറ്റുന്നുണ്ടോ എന്നതിലേക്ക് കേന്ദ്രീകരിക്കുന്ന, ഫോക്കസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൺട്രോള്. ശരിയായോ? ക്വാളിറ്റി റിക്വയർമെന്റ്സ് നമ്മൾ പറഞ്ഞു, ക്വാളിറ്റിയിലെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അവര് മീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞോ, നിറവേറ്റണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകത, ഗുണനിലവാരമുള്ള ആവശ്യകതകള് നിറവേറ്റുന്നുണ്ടോ എന്നതിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ. ക്ലിയർ ആയോ? ഓക്കെ ആയില്ല? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ക്വാളിറ്റി ISO 9000 ഡിഫൈൻ ചെയ്തിരിക്കുന്ന dash is a part of quality management focused on fulfilling quality requirements കേട്ടോ. അതൊന്നും അടയാളപ്പെടുത്താം. നെക്സ്റ്റ് എടുത്തോട്ടെ. ഓക്കെയാണോ മിസ് പറഞ്ഞത്? ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്നതിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ. ഓക്കെയാണോ? Next, hospital quality management refers to the process of managing the total hospital operations in a worthwhile fashion by applying the different hospital quality measures and standards. എന്താണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നത്? വ്യത്യസ്ത ഹോസ്പിറ്റൽ, നമുക്കറിയാം, നമ്മൾ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചു അല്ലെ. ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ? അപ്പൊ അതില് നമ്മൾ പഠിച്ചു അല്ലെ, സ്മോൾ ഹോസ്പിറ്റൽ പഠിച്ചു അല്ലെ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ പഠിച്ചു അല്ലെ, മീഡിയം സൈസ്ഡ് ഹോസ്പിറ്റൽ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ, ഈ 3 ഹോസ്പിറ്റലിലൊക്കെ പ്രവർത്തനങ്ങൾ ഒരേപോലെ ആയിരിക്കോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ? അപ്പൊ അതിലെന്ത് വ്യത്യാസങ്ങൾ വരും? അവിടുത്തെ ക്വാളിറ്റി അളവുകളിലൊക്കെ വ്യത്യാസം വരും. സ്റ്റാൻഡേർഡ്സുകളില്, അളവുകളില് ഒക്കെ വ്യത്യാസം വരില്ലേ? അപ്പൊ ഓരോ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നത് വ്യത്യസ്ത ഹോസ്പിറ്റലില് ക്വാളിറ്റി അളവുകളും നിലവാരവും ഉപയോഗിച്ച് അല്ലെ, നിലവാരവും പ്രയോഗിച്ച് മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തെ മൂല്യവത്തായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ പോലത്തെ സ്റ്റാൻഡേർഡ്സുകളോ ഒക്കെ ആയിരിക്കോ ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി? ഇല്ല അല്ലെ. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെ വ്യത്യാസം അനുസരിച്ച് അല്ലെ എന്താണ് അവിടുത്തെ ക്വാളിറ്റി അളവുകളും മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ മൂല്യവത്തായ രീതിയിൽ എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിന് ശരിയായ രീതിയിൽ കൊടുക്കണം അല്ലെ. മൂല്യവത്തായ രീതിയിൽ കൊടുക്കണോ? വർത്ത് വൈലായിട്ട് കൊടുക്കണോ? മൂല്യവത്തായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രക്രിയയെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയറായോ? ഹോസ്പിറ്റലിന്റെ ഓരോ ഹോസ്പിറ്റലിന്റെയും വ്യത്യാസം അനുസരിച്ച് അവിടുത്തെ ക്വാളിറ്റി അളവുകളും അവിടുത്തെ സ്റ്റാൻഡേർഡുകളും വെച്ചുകൊണ്ട് എന്താണ് മൂല്യവത്തായ രീതിയിൽ പേഷ്യൻസിന്റെ എന്താണ് മൊത്തത്തിലുള്ള പ്രവർത്തനം കൈകാര്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു പ്രക്രിയയെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബാക്കി എല്ലാവരും ആര്യ ഓക്കെ ആണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും സ്മിത ഓക്കെ. നിഖില ഓരോരുത്തരായിട്ട് പറഞ്ഞേ.
ഓക്കെ ആണ്. ഓക്കെ. Next, so that the hospital function is a desirable condition. അല്ലെ? അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? പേഷ്യൻസിന് ഡിസൈറബിൾ ആയ രീതിയിൽ വേണ്ടേ? പേഷ്യൻസിന് അഭികാമ്യമായ രീതിയിൽ വേണം അല്ലെ? പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിൽ വേണം അല്ലെ? നിങ്ങൾ പഠിച്ചോ? മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പഠിച്ചോ? ആ ചാപ്റ്റർ പഠിച്ചോ? അതിൽ പറയുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ് അല്ലെ? രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അല്ലെ? അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? അവിടെ വരുന്ന പേഷ്യൻസിനെ അഭികാമ്യമായ രീതിയിൽ, അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിൽ വേണ്ടേ? ഓക്കെ ആയോ? ഓക്കെ ആണോ? ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും ഭാഗം മിസ് എടുത്ത് ഇത്രയും ഭാഗം ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ബാക്കി എടുക്കാം മിസ്. ജോബ് ഡിസ്ക്രിപ്ഷൻ തുടങ്ങാം കേട്ടോ. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, job description or responsibility of hospital quality manager. അല്ലെ? എന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആളാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഈ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ? ജോലികള്, അത് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. The quality manager in hospital must support the quality assurance programs at the hospital. നമ്മ ഫാർമസി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? മാനേജ് ചെയ്യാം അല്ലെ? അവർക്ക് വേണ്ട ഫണ്ടുകൾ അനുവദിക്കാം അല്ലെ? അതേപോലെ എന്താണ് നമ്മ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോ പഠിച്ചു അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചു അല്ലെ? പിന്നെന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചോ? മെഡിക്കൽ റെക്കോർഡ് പഠിച്ചപ്പോ അല്ലേ? അപ്പൊ എന്താണ് മെഡിക്കൽ റെക്കോർഡുകൾ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ എന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യണം അല്ലെ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിലെ ഗുണനിലവാരം ഉറപ്പുവരുത്തണ്ടേ? അതിന് എന്താണ് സെറ്റ് ഓഫ് ഗ്രൂപ്പ്, കുറച്ച് പേഴ്സൺസ് അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതാണ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് അല്ലെ? ഒരു കമ്മിറ്റി എന്ന് പറയല്ലേ നമ്മ? കമ്മിറ്റി രൂപീകരിക്കും അല്ലെ? അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ. ആൻഡ് ബി റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് ഔട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. കൂടാതെ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം? ഹോസ്പിറ്റലില് ഗുണനിലവാരമുള്ള പ്രൊസീജിയേഴ്സ് അല്ലെ? നടപടിക്രമങ്ങള്. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ്സുകൾ അല്ലെ? പിന്നെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക എന്നുള്ളതും വർക്കിംഗ് ഔട്ട് അല്ലെ തയ്യാറാക്കുക എന്നുള്ളതും നമ്മുടെ ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് എന്താണ്? ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുക. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങളും പിന്നെന്താണ് സ്റ്റാൻഡേർഡുകൾ അല്ലെ? മാനദണ്ഡങ്ങളും സ്പെസിഫിക്കേഷൻസും ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കുക അല്ലെ? വർക്കിംഗ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത്
he or she നമുക്കറിയാം ഈ ക്വാളിറ്റി മാനേജർ ചിലപ്പം പെണ്ണാവാം അല്ലെ, ഫീമെയിൽ ആവാം അല്ലെങ്കിൽ മെയിൽ ആവാം അല്ലെ. അപ്പൊ he or she must pursue quality improvement in all the process and procedures of the hospital and share reports അല്ലെ. ആശുപത്രിയിലെ എല്ലാ പ്രോസസ്സുകളിലും പ്രക്രിയകളിലും നടപടിക്രമങ്ങളിലും പ്രൊസീജിയേഴ്സിലും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ എന്താണ് നമ്മുടെ ഈ ക്വാളിറ്റി മാനേജർ നിർദ്ദേശിക്കുകയും അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു, ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെയോ? എന്താണ് ഹോസ്പിറ്റലിലെ പ്രക്രിയകളില് അല്ലെങ്കിൽ നടപടിക്രമങ്ങളില് എന്താ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ക്വാളിറ്റി മാനേജർ നിർദ്ദേശിക്കുകയും അതിന് വേണ്ട റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെയാണോ? എല്ലാവരും ഓക്കെയാണോ? ഓക്കെ. ഇനി ആളുടെ ഡ്യൂട്ടീസ് കുറച്ച് പറയുന്നുണ്ട് കേട്ടോ. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് ഡ്യൂട്ടീസ് പറയുന്നുണ്ട് നമ്മുടെ ക്വാളിറ്റി മാനേജറുടെ. ഓക്കെ. എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് such as infection prevention, security, diet, etc. നമുക്കറിയാം ഹോസ്പിറ്റലില് നോൺ ക്ലിനിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മെഡിക്കൽ സർവീസുകൾ അല്ലാണ്ട് നോൺ മെഡിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, അണുബാധ തടയൽ അല്ലെ, സുരക്ഷ അല്ലെ, സെക്യൂരിറ്റി, ഡയറ്ററി സർവീസുകൾ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സർവീസുകൾ നോൺ ക്ലിനിക്കൽ സർവീസുകളില് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതും നമ്മുടെ ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെയോ? ഹോസ്പിറ്റൽ ക്വാളിറ്റി നമ്മുടെ മെഡിക്കൽ സർവീസുകളിൽ മാത്രമല്ല, നോൺ മെഡിക്കൽ സർവീസുകളിലും നോൺ ക്ലിനിക്കൽ സർവീസുകളിലും ക്വാളിറ്റി ഉറപ്പാക്കുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. രണ്ടാമത് വരുന്നത് എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം? ഒരു അന്തരീക്ഷം, ഒരു പരിസ്ഥിതി ആയിരിക്കണം, എൻവയോൺമെന്റ് ആയിരിക്കണം, ക്ലീൻ ആയിട്ടുള്ളത് അല്ലെ, ആണോ? വൃത്തിയുള്ള അല്ലെ. അപ്പൊ ഈ ക്ലീൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇവിടെയൊക്കെ OPD ഏരിയാസില്, വാർഡില്, ലേബർ റൂമില്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ എന്താണ് ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉറപ്പുവരാം. പേഷ്യന്റ് ഫെസിലിറ്റീസ് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഈ ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, വാർഡ്, OP അല്ലാണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ലേ പേഷ്യൻസിന്? ICU ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഉണ്ട്, ഫാർമസി ഉണ്ട് അല്ലെ, ആണോ? അപ്പൊ എല്ലാ ഏരിയാസിലേക്കും എല്ലാ ഫെസിലിറ്റീസിലും എന്താണ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ഉറപ്പുവരുത്തുക. കൂടാതെ ഔട്ട്സോഴ്സ് സർവീസുകളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതും നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഔട്ട്സോഴ്സ് സർവീസുകൾ എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞു ചെറിയ ഹോസ്പിറ്റൽ അല്ലെ, സ്മോൾ സൈസ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ചില ടെസ്റ്റുകളൊക്കെ അവിടെ തന്നെ ചെയ്യോ? അവരെല്ലാ പ്രൊസീജിയേഴ്സും ടെസ്റ്റുകൾ അവിടെ തന്നെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യും? പുറത്തു കൊടുത്ത് ചെയ്യിക്കും അല്ലെ. നമ്മളോട് പുറത്തു കൊടുത്ത് ചെയ്യാൻ പറയോ ടെസ്റ്റുകള്? അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ നമ്മൾ പുറമേ നിന്ന് ചെയ്യുന്ന സർവീസുകളിലും ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആയോ? Next, periodical assessment of hospital on quality checklist and arrive at a score for the facility. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി അതല്ലെങ്കിൽ അവിടെ സർവീസുമായി ബന്ധപ്പെട്ട് പീരിയോഡിക്കൽ ആയിട്ട് അസസ്മെന്റ് നടത്തുക. ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സ്കൂളുകളിലൊക്കെ ചെക്ക് ലിസ്റ്റ് വെച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രവർത്തനങ്ങള്? ഫീഡ്ബാക്ക് കൊടുക്കുക അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തുന്നത് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താവും? അങ്ങനെ ചെക്ക് ലിസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് സ്കോർ ലഭിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് ഗുഡ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോ അവിടെ 5 മാർക്ക് കിട്ടും അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടും. പിന്നെ എന്താണ് ആവറേജ് ആണെങ്കിൽ ഒരു 3 മാർക്ക് ആയിരിക്കും അല്ലെ. ബാഡ് ആണെങ്കിൽ അവിടെ ഒരു 2 മാർക്ക് ആയിരിക്കും. വെരി ബാഡ് ആണെങ്കിൽ അവിടെ 1 മാർക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പീരിയോഡ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി അസസ്മെന്റ് നടത്തുകയും സ്കോർ അതിനു വേണ്ട സ്കോറുകൾ പ്രൊവൈഡ് ചെയ്ത് നൽകുകയും ചെയ്യുക. ക്ലിയർ ആയത്? നിങ്ങ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവ്മെന്റ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ. അതില്
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് അല്ലെ. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ, റിസപ്ഷനിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെ, കംഫർട്ട് ആയിരുന്നു അല്ലെ, എക്സാമിനേഷൻ റൂമിൽ കംഫർട്ട് ആയിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഒരു സ്കോർ അനുസരിച്ചല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിന് സ്കോർ നൽകുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നെക്സ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ്, evolve action plan on the advice of in charge of the hospital and monitor complaints. Hospital identification gap അല്ലെങ്കിൽ gap analysis എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കേട്ടിട്ടുണ്ടോ? ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലുകാരും അവര് ഫോളോ ചെയ്യേണ്ട നിയമങ്ങളും നയങ്ങളുണ്ട് അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇല്ലേ, പോളിസികളൊക്കെ ഉണ്ട് അല്ലെ, ആണോ? അപ്പൊ ആ നിയമങ്ങൾക്കും നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെ, ഹോസ്പിറ്റലിന്റെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരത്തിന്റെ അഭാവം അല്ലെ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയാസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസിലിറ്റീസിൽ ഗുണനിലവാരത്തിന്റെ അഭാവം നമ്മുടെ ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ചിലപ്പോ എന്താകാം, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അവിടെ ഫെസിലിറ്റി കുറവുണ്ടാവാം അല്ലെ, എക്യുപ്മെന്റ്സിന്റെ ഷോർട്ടേജ് വരാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകളുടെ എക്സ്പീരിയൻസ് കുറവ് വരാലോ. ക്വാളിറ്റി ചിലപ്പോ ചെക്ക് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരാം അല്ലെ. അപ്പൊ അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ക്വാളിറ്റിയുടെ അഭാവമുണ്ടോ എന്ന് നമ്മുടെ ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയത്? അപ്പൊ ഇങ്ങനെയുള്ള ഗ്യാപ്പ് അനാലിസിസ് നടന്നു കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോ മനസ്സിലാകൂലേ, എവിടെയെങ്കിലും ഗ്യാപ്പ് അനാലിസിസ് ഉണ്ടോ എന്ന് അവർ കണ്ടുപിടിക്കില്ലേ, മിസ്റ്റേക്കുകൾ ഉണ്ടോ അല്ലെ, എറേഴ്സ് ഉണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാൽ എന്താണ്, അവർ അതിനു വേണ്ട ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണ്ടേ. അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ, പ്രതിവിധിയായിട്ട് അല്ലെ, റെമഡിയൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആണോ എന്താണ് ചെയ്യണ്ടേ? അപ്പൊ എന്താണ്, ഇങ്ങനെ ഗ്യാപ്പ് അനാലിസിസ് നടത്തിയിട്ട് എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ എന്താണ്, ഇൻചാർജ് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഇൻചാർജുകളുടെ ചുമതലയുള്ള ആളുകളുടെ ഉപദേശപ്രകാരം എന്ത് തയ്യാറാക്കണം, ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അതെന്താണ് പാലിക്കുന്നുണ്ടോ അല്ലെ, കംപ്ലൈന്റ് ആ ഒരു ഏരിയ ഗ്യാപ്പ് വന്ന ഏരിയയില് അത് ആ ഒരു ആക്ഷൻ പ്ലാൻ പാലിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നമ്മ പറഞ്ഞു നാബ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം അല്ലെ, സ്റ്റാൻഡേർഡുകള് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷം ഹോസ്പിറ്റലുകാർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണോ, കൊടുക്കുന്ന ബോർഡാണ് നാബ് അല്ലെ, ആണോ? അവര് പുറത്തുനിന്ന് വന്നാണ് അല്ലെ നമ്മ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് അല്ലെ, പുറത്തുനിന്ന് വന്ന് അല്ലെ. അപ്പൊ ആ ഒരു സർട്ടിഫിക്കേഷൻ, ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലുള്ള മാനേജ്മെന്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, നമ്മളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ കൂടി ചേർന്ന് മീറ്റിങ്ങുകൾ കൂടേണ്ടി വരുമോ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അല്ല നാബിന്റെ ആളുകൾ വന്നിട്ട് മീറ്റിങ്ങുകൾ കൂടേണ്ടി വരില്ലേ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളെ ഫെസിലിറ്റേറ്റ് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ്,
ensuring that the hospital meets all regulatory complaints like BMW waste management, biomedical waste management, blood bank or storage license. AERB ആണ് ട്ടോ, ARB അല്ല, AERB. റേഡിയേഷൻ പഠിച്ചില്ലേ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് റെഗുലേഷൻസ് അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ പൊതുവായിട്ട് കംപ്ലൈന്റ് വരുന്ന ഏരിയാസ് ആണ് അല്ലെ ഇതൊക്കെ. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട്, ബ്ലഡ് ബാങ്കിലെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്, റേഡിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ. റിസ്കുകൾ വരാൻ ഉള്ള ഏരിയയില്ലേ അത്, പേഷ്യൻസിന് അവിടെ വരുന്ന പേഷ്യൻസിന് റിസ്കുകൾ വരാൻ സാധ്യതയുള്ള ഏരിയയില്ലേ. അപ്പൊ ഈ ഒരു ഏരിയാസില് നമ്മുടെ BMW, പിന്നെന്താണ് ബ്ലഡ് ബാങ്കില് സ്റ്റോറേജ് ലൈസൻസ്, റേഡിയേഷൻ ലൈസൻസ്, ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ, എല്ലാ ക്രമീകരണങ്ങളും ഹോസ്പിറ്റലുകാർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതും ക്വാളിറ്റി മാനേജറാണ്. ക്ലിയർ ആയോ? നമുക്കറിയാം ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചല്ലേ, പലതരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ട് അല്ലെ. നമ്മ അത് സെഗ്രിഗേഷൻ ചെയ്യണം അല്ലെ, സെപ്പറേറ്റ് ചെയ്യണം അല്ലെ, അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം അല്ലെ. അതേപോലെ എന്താണ് ബ്ലഡ് ബാങ്ക് നമുക്കറിയാം അല്ലെ, ബ്ലഡ് ബാങ്ക് പഠിച്ചല്ലോ, ബ്ലഡുകൾ സ്റ്റോർ ചെയ്യണം അല്ലെ, ഡോണർ റെസിപ്പന്റ് അല്ലെ, അങ്ങനെയുള്ള പല റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. സ്റ്റോറേജ് ലൈസൻസ് വേണം, റേഡിയേഷൻ ഉണ്ട് അല്ലെ, റേഡിയേഷൻ ലൈസൻസ് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അതിനൊക്കെ റേഡിയേഷൻ നടത്തണമെങ്കിൽ ഒരുപാട് നിയന്ത്രണങ്ങളില്ലേ, നടപടിക്രമങ്ങളില്ലേ ഉണ്ടോ? അപ്പൊ ഹോസ്പിറ്റലുകാര് ഇങ്ങനെയുള്ള എന്താണ് ക്രമീകരണങ്ങൾ, അവര് പറയുന്ന ക്രമീകരണങ്ങള് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ ആയോ? നെക്സ്റ്റ്, keep a record of non-functional equipment and a timeline for its repair along with the AMC for all equipments. അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലില് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ, പ്രവർത്തനരഹിതമായ, പ്രവർത്തനക്ഷമമല്ലാത്ത. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റുകള്, പിന്നെ അത് റിപ്പയർ ചെയ്യേണ്ട ഒരു കാലയളവുണ്ടാവും അല്ലെ, ടൈം ലൈൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയരേഖയും സൂക്ഷിക്കുക. പിന്നെ കൂടാതെ ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റ്സുകൾക്കും AMC റെക്കോർഡുകൾ ഉണ്ടാവും. AMC റെക്കോർഡുകൾ എന്ന് പറഞ്ഞാല് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് റെക്കോർഡുകൾ. ഇപ്പൊ നമുക്കറിയാം നമ്മ വീട്ടില് വാഷിംഗ് മെഷീൻ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ സർവീസ് ഒക്കെ കിട്ടില്ലേ നമുക്ക്, അതല്ലെങ്കിൽ കാറിന് അല്ലെ, ഇത്ര വർഷം, ഒരു വർഷം കഴിയുമ്പോ നമ്മൾ സർവീസ് ചെയ്യണോ, ഓരോ വർഷം കഴിയുമ്പോ സർവീസ് ചെയ്യണം അല്ലെ, ബൈക്ക്, കാറ്. അപ്പൊ ഹോസ്പിറ്റൽ എക്യുപ്മെന്റുകളൊക്കെ മെയിന്റനൻസ് ചെയ്യണം. ഓരോ സമയം കഴിയുമ്പോൾ മെയിന്റനൻസ്, ആനുവലി മെയിന്റനൻസ് നടത്തണം. അപ്പൊ അങ്ങനെയുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകള് കീപ്പ്, അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജറാണ്. ക്ലിയർ ആയോ? പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റുകളുടെ സമയം, അത് നന്നാക്കി റിപ്പയർ ചെയ്യേണ്ട സമയരേഖ സൂക്ഷിക്കുന്നതും, കൂടാതെ എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതും ക്വാളിറ്റി മാനേജറാണ്. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും? നെക്സ്റ്റ്, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയർ ടുവേർഡ്സ് upliftment, preventive maintenance of equipment and vehicles and modernization of hospital. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഉന്നമനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ വേണം അല്ലെ, അപ്ലിഫ്റ്റ്മെന്റ് ഉന്നമനം അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്താണ്, ഓരോ വർഷവും മോഡേണൈസേഷൻ ആവേണം അല്ലെ, ആണോ, അഡ്വാൻസ്ഡ് ആവേണം അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ ഉന്നമനത്തിന്. പിന്നെ എന്താണ് നമുക്ക് എക്യുപ്മെന്റ്, ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സുകള്, പിന്നെന്താണ് വെഹിക്കിൾസ് അല്ലെ, നമുക്കറിയാം ആംബുലൻസുകൾ അല്ലെ,
വെഹിക്കിൾസ് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രിവെന്റീവ് മെയിൻ്റെനൻസ് അല്ലെ, പ്രതിരോധ മെയിൻ്റെനൻസ്, അതൊന്നും കംപ്ലൈന്റ് ആവാതെ അല്ലെ. എക്യുപ്മെന്റുകൾ ആണെങ്കിലും മിസ് പറഞ്ഞു സർവീസ് ചെയ്യണം അല്ലെ, ആനുവലി സർവീസുകളൊക്കെ നടത്തണോ? അപ്പൊ അങ്ങനെയുള്ള പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നടപ്പിലാക്കുന്നതും കൂടാതെ എന്താണ്, ഹോസ്പിറ്റലിന്റെ മോഡേണൈസേഷൻ അല്ലെ, നവീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുന്നത്, പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ ഉന്നമനത്തിനും വാഹനങ്ങളുടെയും നമ്മുടെ എക്യുപ്മെന്റുകളുടെയും മെയിൻ്റെനൻസ് സൂക്ഷിക്കുന്നതും കൂടാതെ എന്താണ്, ഹോസ്പിറ്റലിന്റെ നവീകരണത്തിന് വേണ്ട നടപടിക്രമങ്ങളെല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നതും പ്ലാനിങ് ചെയ്യുന്നതും ക്വാളിറ്റി മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് ഒന്ന് തിരുത്താനുണ്ട് കേട്ടോ, സ്ട്രെങ്തൻ ആണ് കേട്ടോ, ഇത് സ്ട്രെങ്തൻ ആണ്. സോറി, അതിന്റെ ഇടയിൽ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ടു ഇൻസ്റ്റാൾ ആൻഡ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്. എന്താണ്, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും പേഷ്യൻസിന് അവരുടെ കംപ്ലൈന്റ്സുകൾ എന്താണ്, ഗ്രീവൻസ് റിഡ്രസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓൺലൈൻ ആയിട്ട് പരാതികൾ രേഖപ്പെടുത്താം അല്ലെ, ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെയൊക്കെ? ഓൺലൈനായിട്ട് പരാതികൾ രേഖപ്പെടുത്താം. നമുക്ക് ലിങ്ക് ഒക്കെ അയച്ചു തന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആപ്പുകൾ, ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ക്വാളിറ്റി മാനേജറാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും പേഷ്യൻസിനും അവരുടെ പരാതികൾ, കംപ്ലൈന്റ്സുകൾ എന്താണ് നമ്മുടെ ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് വേണ്ട സിസ്റ്റംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ്, strengthen of hospital MIS, key performance KPI and reports action taken. എന്താണ്, ഹോസ്പിറ്റലിലെ MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നമുക്കറിയാം ഹോസ്പിറ്റലില് ഇപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് അല്ലെ ചെയ്യുന്നത്. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ അല്ലെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ തയ്യാറാക്കുന്നുണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട്. അപ്പൊ അങ്ങനെയുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ, മാനേജ്മെന്റ് അവർക്കുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓരോ ഏരിയാസിലുണ്ട്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഫാർമസിയിലുണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലുണ്ട്, അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതും അതിനുവേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതും നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഏതായോ? ഓക്കെ ആയോ? നെക്സ്റ്റ്, കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, പറഞ്ഞില്ലേ മിസ്? ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് എല്ലാം ആദ്യം. അപ്പൊ ഈ ഒരു കമ്മിറ്റി, അസസിംഗ് അതോറിറ്റി, ക്വാളിറ്റി വിലയിരുത്തുന്ന അതോറിറ്റിയുമായി കോപ്പറേറ്റ് ചെയ്യാതെ സഹകരിക്കുക എന്ന്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, എൻഷുർ ദി എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്ലെ. എന്താണ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫാർമസിയിൽ പഠിക്കാനുണ്ട്, പിന്നെ ലേബർ അനസ്തേഷ്യാല് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ പഠിക്കാനുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങള്. MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതില് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെ. നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിന് എഡ്യൂക്കേഷൻ കൊടുക്കണോ? ഓരോ സ്ഥലങ്ങളിലെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന്
അവർക്കൊരു അറിവ് കൊടുക്കണോ, എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകൾ കൊടുക്കണോ? അതൊക്കെ ഉറപ്പാക്കുന്നതും നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. നെക്സ്റ്റ് വരുന്നത് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. എന്താണ്? ഹോസ്പിറ്റലിലെ കമ്മിറ്റി രൂപീകരിക്കുന്നതും ക്രമീകരിക്കുന്നതിന്റെയും ഉത്തരവാദിത്വം നമ്മുടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. നമുക്കറിയാം ഹോസ്പിറ്റലിന് പലതരത്തിലുള്ള കമ്മിറ്റീസ് ഉണ്ട് അല്ലെ? മിസ് നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ, പലതരത്തിലുള്ള കമ്മിറ്റീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമ്മിറ്റീസ് രൂപീകരിക്കുന്നതും അവരെ ക്രമീകരിക്കുന്നതും നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ക്ലിയർ ആയോ മിസ് എന്നെടുത്തത്? ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. Thank you, ma'am. BMW ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ എടുത്താലേ സെക്കൻഡ് മൊഡ്യൂളില്. താങ്ക് യു ഓൾ. Thank you, ma'am.